മൂപ്പര് പറഞ്ഞത് എന്തുള്ളൂ, ഓരോ ദിവസങ്ങൾ വെച്ച് സ്വഹാബത്ത് ഇങ്ങനെ കാത്തിരിക്കുന്നു നബിനെ ഓർക്കാനും സ്മരിക്കാനും ആഘോഷിക്കാനും. പൊന്നാര ചങ്ങായിയെ, ഏത് ഫത്തുഹുൽ ബാരിയ വായിച്ചത് അറിയായിട്ട് ചോദിക്കുക. ഇതാ ഫത്തുഹുൽ ബാരി, ഇതാ ഇമ്മാതിരി നാണം കെട്ട പണി ചെയ്തല്ലോ മുസ്ലിയാരെ. നിങ്ങൾ മാപ്പ് പറയും, എന്തിനാ നിങ്ങൾ ഈ കളവ് പറയണത്? ഇത്ര യമണ്ടൻ നുണ പറഞ്ഞിട്ട് ഇവര് പറയും നബിയുടെ മത്, അതിനെന്താ കുഴപ്പം? നിങ്ങൾ തീയതി നിശ്ചയിച്ച്, ഡേറ്റ് നിശ്ചയിച്ച്, സമയം നിശ്ചയിച്ച് പരിപാടി നടത്തുമ്പോൾ അപ്പോഴാണ് പ്രശ്നം. അല്ലാതെ അങ്ങനെ വൈക്ക് കൂടി പോകുമ്പോൾ ഒരാൾ പറഞ്ഞാൽ പ്രശ്നമില്ല. ഒരു സമയം നിശ്ചയിക്കേണ്ട, ഇപ്പൊ ഒരു പരിപാടി ഒരു സമയം നിശ്ചയിച്ചിട്ട് അപ്പൊ പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെ സമയം നിശ്ചയിച്ച് ദിവസം നിശ്ചയിച്ച് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഒരു സംഭവം ഉദ്ധരിച്ചിരുന്നു. ഞാൻ ഉദ്ധരിച്ച സംഭവം ഫത്ഹുൽ ബാരിയിൽ നിന്നാണ്, ഇബ്നു റജബിന്റെ ഫത്ഹുൽ ബാരിയിൽ നിന്നാണ് ഞാൻ വായിച്ചത്. സ്വഹീഹുൽ ബുഖാരിയുടെ ഷർഹാണ്. അതിൻ്റെ 58-ാമത്തെ പേജിലാണ് ആ ഓള്യത്തിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വീണ്ടും ഞാൻ വായിക്കുകയാണ്. കാരണം എന്താ അറിയോ? ആ വായിക്കാൻ കാരണം ഇതാന്ന് പറഞ്ഞാൽ ഇത് പച്ചക്കളവാണ്, ഇത് കബളിപ്പിക്കലാണ് എന്നൊക്കെ പറയുകയുണ്ടായി. ഏതെങ്കിലും കിതാബ് അദ്ദേഹം വേറെ ഏത് കിതാബായിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്നിട്ട് ആ കിതാബിൽ അങ്ങനെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആ കിതാബിൽ വേറെ രൂപത്തിലാണെങ്കിൽ ഞാനെന്ത് പഴിച്ചു? ഞാൻ പറഞ്ഞ കിതാബിലുള്ളത് ഇതാ, നേരത്തെ പറഞ്ഞ ഫത്ഹുൽ ബാരിയാണ്, ഇബ്നു റജബിന്റെ ഫത്ഹുൽ ബാരിയാണ്. ഫത്ഹുൽ ബാരി എന്ന് കേൾക്കുമ്പോഴേക്കും ഇവർ മനസ്സിലാക്കേണ്ട എന്താ, ഇബ്നു അസ്കലാനിക്ക് ഫത്ഹുൽ ബാരി ഉണ്ടല്ലോ, അതിൽ നോക്കുകയാണ് വേഗം പോയിട്ട്. ഫത്ഹുൽ ബാരി എന്ന് പറഞ്ഞാൽ അത് ഇബ്നു ഹജറുൽ അസ്കലാനിക്ക് ഫത്ഹുൽ ബാരി ഉണ്ട്. അതുപോലെ തന്നെ ഇബ്നു റജബുൽ ഹംബലിക്ക് ഫത്ഹുൽ ബാരി ഉണ്ട്. അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ ജുമഅയുടെ ബാബിൽ അദ്ദേഹം പറയുന്ന ഒരു സംഭവം ആണ് ഞാൻ ഉദ്ധരിച്ചത്. അത് ഇതിനൊക്കെ ഒരു പുണ്യകർമ്മം ചെയ്യാൻ സമയം നിശ്ചയിക്കാൻ പറ്റും എന്നതിന് തെളിവായിട്ടാണ് ഞാൻ ഉദ്ധരിച്ചത്. നോക്കൂ നിങ്ങൾ, അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഭയങ്കര കബളിപ്പിക്കൽ നടത്തി എന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഇദ്ദേഹം പറയുകയാണ്, മുഴുവൻ വായിക്കാൻ. മുഹമ്മദ് ബിൻ സീരീൻ എന്നവർ പറയാ കാല, അദ്ദേഹം പറയുന്നു, നുബ്ബിഗ്തു എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്, അന്നൽ അൻസാറ അൻസാറുകൾ ഖബല ഖുദൂമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് ഖാലു അവർ പറഞ്ഞു. ആ ഹദീസിൽ അത്രേ ഉള്ളൂ. നുബ്ബിഗ്തു അന്നൽ അൻസാറ ഖാലു അവർ പറഞ്ഞു. എപ്പോൾ പറഞ്ഞു? ഖബല ഖുദൂമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വരുന്നതിന് മുമ്പ് അവർ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഖാലു അവർ പറഞ്ഞു, ലൗ നദർനാ യൗമൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് എത്തിയിട്ടില്ല, അതിനു മുമ്പ് അവർ പറഞ്ഞു എന്ത്? ലൗ നദർനാ യൗമൻ, നമുക്ക് ഒരു ദിവസം നിശ്ചയിക്കാം. ഫജ്തമഅനാ ഫീഹി, ആ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. ഫദക്കർനാ, എന്നിട്ട് നമുക്ക് പറയാം, ഹാദൽ അംറ, ഈ കാര്യത്തെ കുറിച്ച്. ഏത് കാര്യം? അല്ലദീ അൻഅമല്ലാഹു അലൈനാ ബിഹി, ആ കാര്യം കൊണ്ട് നമുക്ക് അല്ലാഹു തആല അനുഗ്രഹം ചെയ്തിരിക്കുന്നു. അല്ലാഹു തആല അവർക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ വരുന്നതിന് മുമ്പ് അവർക്ക് അല്ലാഹു തആല അനുഗ്രഹം ചെയ്ത് ഏത് കാര്യ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരവ്. അപ്പൊ മുത്തുനബിയെ കുറിച്ച് പറയാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് കൂടാം എന്ന് എന്ത് ചെയ്തു? അവർ പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു, നമ്മൾ ഏത് ദിവസം ഒരുമിച്ച് കൂടാൻ? അവർ പറഞ്ഞു, നമുക്ക് എന്താ ചെയ്യാ, ശനിയാഴ്ച ഒരുമിച്ച് കൂടാ. അപ്പൊ പറഞ്ഞു, ശനിയാഴ്ച ജൂതന്മാർ ദിവസമല്ല, അത് വേണ്ട. എന്നാ ഞായറാഴ്ച ഒരുമിച്ച് കൂടാ, ക്രിസ്ത്യാനികളുടെ ദിവസമല്ലേ, അതും വേണ്ട. എന്നാ പിന്നെ നമുക്ക് വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടാന്ന് പറഞ്ഞു. യൗമുൽ ജുമഅക്ക് അവര് യൗമുൽ അറൂബ എന്നായിരുന്നു പേര് വെച്ചിരുന്നത്. ഫജ്തമഉ ഫീ ബൈതി അബി ഉമാമ, എന്നിട്ട് അബൂ ഉമാമയുടെ വീട്ടിൽ അവർ ഒരുമിച്ച് കൂടി. അതായത് അസ്അദ് ബിൻ സുറാർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി. എന്തിനു വേണ്ടി? സക്കർനാ ഹാദൽ അംറ അല്ലദീ അൻഅമ അല്ലാഹു ബിഹി അലൈനാ, ഈ നിഅമത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി അവർ ഒരുമിച്ച് കൂടി. എന്നിട്ടോ അങ്ങനെ മൗലിദ് ചൊല്ലുകയും തന്നെ കിതാബിലില്ല, അതായത് അത് പറയുകയും എന്ന് പറഞ്ഞാൽ മദ്ഹ് പറയാം, അതിനല്ലേ ഈ മൗലിദ് പറയാം. മൗലിദ് ഓതുകയും, എന്നിട്ട് ഫസുബിഹത് ലഹും ഷാത്തുൻ, അവർക്കൊരു ആടിനെ അറുക്ക് കൊടുക്കുകയും ചെയ്തു. ആടിനെ അറുത്ത് സദ്യയുണ്ടാക്കി വിതരണം ചെയ്ത് വിളമ്പി മൗലിദ് ഓതിയ സംഭവം, ദിവസം നിശ്ചയിച്ച് ടൈം നിശ്ചയിച്ച്, ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയാം, ഇത് അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടിയതാണ്. അള്ളാഹിനെ ഓർക്കാൻ, മനസ്സിലാക്കണേ, ഇതിനെയാണ് മൂപ്പര് കൊണ്ടുപോയിട്ട് എന്താക്കിയത്? നബിനെ ഓർക്കാൻ. എന്റെ പൊന്നാരെ, ഞാൻ വായിച്ച കിതാബിൽ അങ്ങനെയല്ല ഉള്ളത്. ഇത് ഇങ്ങനെ തന്നെ ഉണ്ടായിട്ട് അത് കബളിപ്പിച്ചു, മുസ്ലിയാർ കബളിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്തിനാണ്
ഈ ജുമാനെ കുറിച്ചാണ് പറഞ്ഞത്. ജുമാ അപ്പൊ ഫർളാക്കപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ ജുമാക്ക് ആരെങ്കിലും ആട് കറുത്ത് കൊടുക്കാറുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ജുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജുമാ നിർബന്ധാക്കുന്നതിന് മുമ്പ് ഇവർക്ക് ജുമാ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് ഇവരെങ്ങോട്ട് ജുമാ സ്വന്തമായി ഉണ്ടാക്കുകയും ചെയ്ത്. എന്താണ് ഈ പറയുന്നത്? അതിന് അവര് ഒരു ദിവസത്തിൽ ഒരുമിച്ച് കൂടി അവിടെ ദിക്റും ചൊല്ലിയിട്ടുണ്ടാവും. ഇപ്പൊ ഒരു റിവായത്തിൽ ദിക്റ് ചൊല്ലിക്കോട്ടെ. അപ്പൊ ദിക്റ് ചെല്ലാൻ വേണ്ടി ദിവസം നിശ്ചയിക്കാൻ പറ്റൂ? നിങ്ങളിപ്പോ ദിക്റ് ഹൽക്ക പറ്റൂല എന്നാണ് ആൾക്കാർ. എന്താ ദിവസം നിശ്ചയിച്ച് ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് പറ്റൂല? അല്ലാതെ ഇങ്ങനെ നടന്നു പോകുമ്പോഴോ ബസ് കയറുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വെറുതെ വെക്കുമ്പോഴൊക്കെ ഇങ്ങനെ തോന്നുകയാണ് അങ്ങനെ അല്ലാതെ അതിന് നേരത്തെ പ്ലാൻ ചെയ്താൽ അത് പ്രശ്നമാണെന്നാണ്. ഈ രൂപത്തിലാണ് ബിദ്അത്തും സുന്നത്തൊക്കെ ഇവിടെ നിർവചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സഹോദര, അത് നിങ്ങൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഇസ്ലാമിനെ കോട്ടിമാട്ടി, ഹദീസിനെ കോട്ടിമാട്ടി, ഗ്രന്ഥങ്ങളെ വക്രീകരിച്ച് ഇങ്ങനെ കൂടുതൽ നിലനിൽക്കാൻ സാധിക്കുമെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ടതില്ല.